അടുത്തതാണ് ഇനി നമ്മൾ ഉണ്ടാക്കണം ബീഫ്. ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ലായിരിക്കും കേട്ടോ ഞങ്ങള്, കാരണം ഭയങ്കര ലെങ്തി ആയി പോകും, അതാണ്. ഇനി അടുത്തത് ബീഫ്. ഇത് കുറച്ച് കൂടായ്പ പരിപാടിയാണ്. കാരണം മറ്റേ ലോഫായിട്ട് മേടിക്കാൻ കിട്ടും. ഞാൻ കണ്ടിക്കാനുള്ളൊരു മടി കൊണ്ട്. പക്ഷെ മുണ്ടൻ കഷ്ണമല്ല. രണ്ട് പാക്കറ്റ് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു പാക്കറ്റ് 400 ഗ്രാമിൻ്റെ. അങ്ങനെ 1 കിലോ തികച്ചില്ല ബീഫ്. നിയർലി 800-850 ഗ്രാം ഉള്ളു. ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1000 രൂപ എങ്ങാണ്ടോ അല്ലേ? 500 അല്ലേ? അല്ല, ഇതൊരു പാക്കറ്റിന് വന്നിട്ട് 380. കുറച്ച് ഒരുപാട് വലിയ തൊണ്ടൻ കഷ്ണം ഉണ്ട്. അത് ഞാൻ കുഞ്ഞു പീസാക്കാം, ചെറുതാക്കാണ്. അപ്പൊ അടുത്തുണ്ടാക്കാൻ പോണ ബീഫ് ഫ്രൈ ആണ്. ഒരു 800 ഗ്രാം ഉള്ളു ബീഫ്. 800 ഗ്രാം ബീഫ്, ഒരു 1/4 കിലോ പച്ചക്കായ. പച്ചക്കായക്ക് ബീഫിന്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആദ്യം എല്ലാം കൂടി മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് കുക്കറിലിട്ടൊരു 2-3 വിസിലടിച്ചാൽ മതി. 3 വിസില്. ആദ്യം കുറച്ച് ഉപ്പിടുക, എന്നിട്ട് ഉപ്പ്, മഞ്ഞപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ. ഇത് ജസ്റ്റ് ഒന്ന് മല്ലിപ്പൊടി കുക്കറിലിട്ടൊന്ന് അടിക്കാൻ വേണ്ടിയിട്ടാണ്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ബീഫ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ നല്ലതായിരിക്കും. ഇപ്പൊ 2 ഇട്ടു അല്ലേ? 2 ടേബിൾ സ്പൂൺ. മുളക് പൊടി. ഇത് ഒറിജിനൽ മുളക് പൊടിയാണോ? മുളക് പൊടി എനിക്ക് കുറച്ച് എരിവ് അത്യാവശ്യമുള്ള ആളാണ്. 1/2 ടേബിൾ സ്പൂൺ. പിന്നെ ഗരം മസാല. ഇവിടെ പൊടിച്ചാണ്, നമ്മൾ തന്നെ പൊടിച്ചാണ്. നാട്ടിൽ നിന്ന് കൂട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ തന്നെ പൊടിച്ചാണ്. അതൊരു 1/4 ടീസ്പൂൺ. അരയൊക്കെ ഇട്ടാൽ ഒരുപാടായിപ്പോ. ഞാൻ അരയൊക്കെ എല്ലാത്തിനും ഇടാറുണ്ട്. അങ്ങനെയാണ് ഞാനിത് തീർക്കുന്നത്. അടിപൊളിയായി. ഈ ഗരം മസാല ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റ് എല്ലാത്തിനും. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടി കുക്കറിലിട്ട് 2 വിസിൽ അല്ലേ? കുറച്ച് കറിവേപ്പില കൊണ്ട് കിട്ടും. കറിവേപ്പില അത് കിട്ടും. കുറച്ച് കറിവേപ്പില പറഞ്ഞു ഇച്ചിരി ഉള്ളൂ അല്ലേ ബീഫ്? നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിടാട്ടോ. ഞാൻ പിന്നെ അത് ഇതിനകത്തേക്ക് അധികം ഇടറില്ല. കാരണം ഈ ബീഫിന് അങ്ങനെ ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ നേരത്തെ എല്ലാം കൂടി മൂപ്പിച്ചിട്ടാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് കൂടുന്നത്. വേവിക്കാൻ നേരത്തെ ഇപ്പോൾ നാട്ടിൽ നമ്മൾ ചെയ്യണ പോലെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതൊക്കെ ഇതിൻ്റെ കൂടെ മാരിനേറ്റ് ചെയ്ത് വേവിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടുത്തെ ഈ ബീഫ് ആയതുകൊണ്ട് എന്ത് കാണിച്ചാലും അതിന് വേറെ ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പൊ നമ്മള് വേവിക്കാൻ നേരത്ത് ഇത്രയും സാധനങ്ങൾ ഇടുക. ബാക്കി നമ്മൾ ഒലത്താൻ നേരത്ത് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് ചെറുള്ളിയൊക്കെ ഇട്ട് ഒലത്തി എടുക്കുക. അത്ര ഒലത്തെന്ന് പറഞ്ഞാൽ ചിലയിടത്ത് തെറിയാണ്. ഉലർത്തുക. നമ്മുടെ നാട്ടില് ബീഫ് ഉലർത്തിയതെന്ന് പറയില്ല, ബീഫ് ഒലത്തിയത്. ഞങ്ങളും പറയുന്നത് ബീഫ് ഒലത്തിയത്. ചിലയിടത്ത് അത് തെറിയാന്ന് തോന്നുന്നു. അപ്പൊ ഇനി നമ്മൾ കുക്കറിൽ. അപ്പൊ ഇത് നേരെ ഇനി നമ്മൾ കുക്കറിൽ തട്ടിക്കറ്റാൻ പോകണം. ഇതെന്താ, വെള്ളം ഒഴിച്ചോ? ബീഫ് ഒരു പൊടിക്കൊരു നിയർലി ഒരു 100 ml വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ അടിപ്പിക്കുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പച്ചക്കായ എപ്പോഴാണ് ഇടുന്നേ? പച്ചക്കായ നമ്മൾ സെപ്പറേറ്റ് വേവിച്ചിട്ട് ആണോ? കാരണം ഇതിൻ്റെ കൂടെ അടിക്കുമ്പോൾ ഇത് വേറെ ഇതായിപ്പോ ഇതെല്ലാം തിരിച്ചു വെച്ചോ. അപ്പൊ നമ്മള് എന്താണ് കുക്കർ അടുപ്പത്ത് വെച്ച് വിസിൽ അടുപ്പത്ത് വെച്ചു. അടുത്ത പരിപാടി അടുത്തത് പച്ചക്കായ. ഇതൊക്കെ ഞാൻ അരിഞ്ഞു കൂട്ടി വെച്ചേക്കണാണ്, എന്തിനു വേണമെങ്കിലും എടുക്കാം. പച്ചക്കായ ഞാൻ തൊലിയപ്പാടെ ഇടണം. എന്തുകൊണ്ട്? ടേസ്റ്റ് ആണോ? നമ്മൾ വേവിക്കാൻ നേരത്തെ ഇപ്പൊ നമ്മള് ഒലത്തല്ലേ, അപ്പൊ ഈ തൊലി കളഞ്ഞാൽ പെട്ടെന്ന് ഇത് ഉടഞ്ഞു പോകും. ഓ ഓക്കെ.
ഈ പച്ചക്കായ ഒരെണ്ണം വെക്കുവാണെങ്കിൽ ഞാൻ ചെറുപയർ വെച്ച് ഉണ്ടാക്കാം. ഒരെണ്ണം ഉണ്ടോ? ഒരെണ്ണം മതി വെച്ചിന്. അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇനി ഒന്ന് വാഷ് ചെയ്യുക. 2 എണ്ണം ഇട്ടു, കാരണം ഞാൻ എൻ്റെ കാ മാത്രമല്ലേ കഴിക്കുള്ളൂ. വേണ്ട. ഓ മൈ ഗോഡ്. ഇത് ക്ലീൻ ചെയ്തു. പച്ചക്കായ അരിയുന്നത് എങ്ങനെ? ഇതിങ്ങനെ പച്ചക്കായ അരി പിന്നെ നാട്ടിലുള്ളൊരു പച്ചക്കായ അറിയാൻ പഠിപ്പിക്കുക. എന്നെ പോലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ റെഡിയായി. 200 ഗ്രാം അല്ല, ഒരു 100-150 ഗ്രാം ഉണ്ടാവും കായ. പച്ചക്കായ ബീഫിന്റെ കൂടെ ഇട്ട് വേവിക്കാത്തത് വേറെ ഒന്നുമില്ല. ഈ ബീഫിന്റെ കൂടെ എന്തിട്ടാലും അതിന് വേറെ ഇതുണ്ട്, ചൊവയുണ്ടാവില്ല. കാരണം പിന്നെ അത് പെട്ടെന്ന് വേവും. കായിനേക്കാളും വേവ് കുറവാ ഇവിടുത്തെ ബീഫിന്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇവിടെ എനിക്ക് ആകെ ഒരു കൊതിയുള്ള ഒരു സാധനം ബീഫാണ് കേട്ടോ. ഇനി ബീഫ് ഉലത്തുന്നതിനുള്ള സാധനം ബീഫ് ഫ്രൈക്ക്. യെസ്, ബീഫ് ഫ്രൈ. അത് മതി. ബീഫ് ഫ്രൈക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ: വെളുത്തുള്ളി, ചുവന്നുള്ളി. ബീഫ് ഫ്രൈക്ക് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്തോരം ചുവന്നുള്ളി ഇട്ടാലും അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. സവാളയ്ക്ക് പകരം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ കേട്ടോ, ഹോട്ടലിലൊക്കെ ആണെങ്കിൽ നമ്മൾ സവാളയാണ് ചേർക്കണം. കാരണം ചെറുള്ളി ഇട്ട് ബീഫ് ഫ്രൈ ഉണ്ടാക്കി കൊടുത്താൽ മുതലാവില്ലാത്തതുകൊണ്ട്. ഓക്കെ. ഇഞ്ചി, ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്. പച്ചമുളക് നെടുവേ അങ്ങനെ എങ്ങാണ്ടല്ലോ പറയണം. നെടുവേ കീറുക, നടുക്കൂടെ കീറുക. അത്രേ ഉള്ളൂ. ഇത്രയും സാധനമാണ് ബീഫ് ഫ്രൈ ചെയ്യാൻ. കറിവേപ്പില അത് ഇച്ചിരി കൊടുത്താ കുറവാ. നമ്മള് ബീഫ് ഫ്രൈക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില. ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി അങ്ങനെ പറയാം. ഒരു 8-10 അല്ലി, 12 അല്ലി വെളുത്തുള്ളി. 12 അല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് സെറ്റ് ചെയ്ത്. ബീഫിന് ഇങ്ങനെ അരിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ഫ്രൈ ചെയ്ത് നമുക്ക് ഇത് മാത്രമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് ടേസ്റ്റാണ്, എനിക്കിഷ്ടം. പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഒരു 5-6 ചുവന്നുള്ളി സ്ലൈസ് ചെയ്ത്, കുറച്ച് കറിവേപ്പില, 2-3 കറിവേപ്പില. നമ്മുടെ കായ് അവിടെ തിളച്ചോണ്ടിരിക്കുകയാണ്. അപ്പുറം ബീഫ് വെച്ചിട്ടുണ്ട്. അടുത്തത് ഒരു ജനറൽ നോളജ് സെഷൻ ആണ്. എന്തിനാണ്? ചുമ്മാ HIUKയുടെ ദേശീയ ഭക്ഷണം എന്താണ്? ജസ്റ്റ് നമ്മള് ഇതിട്ടിട്ട് ഒരു 5 മിനിറ്റ് പോലും ആയില്ല, അതെ വെന്തു. അപ്പൊ അത് കുക്കറിൽ ഇട്ടാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. വിസിൽ. ഓക്കെ, അപ്പൊ നമ്മള് ബീഫ് ഉലർത്താൻ പോവുകയാണ്. ഫ്രൈ ചെയ്യാൻ പോവാണ്. ബീഫ് ഫ്രൈ. ഉലത്തുന്നുള്ള വാക്ക് ഇവിടെ മണ്ടിപ്പോയി. ചിലയിടത്ത് മാത്രമേ അത് ചീത്ത വാക്കായിട്ടുള്ളൂ. ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് ഭയങ്കര കോമൺ. അപ്പൊ നമ്മള് പാൻ ചൂടായതിനു ശേഷം അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക, എന്നിട്ട് കടുകിടുക. കടുക് പൊട്ടിത്തീരുമ്പോൾ 2 ടീസ്പൂൺ കടുക്,
എന്താ സാധനം? ജീരകോ? പെരിഞ്ജീരകം. ബീഫ് ഫ്രൈ ചെയ്യുന്നിടത്ത് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആണോ? ഇവിടെ നമ്മുടെ ബീഫ് മസാല ഇട്ട് സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ലപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പറ്റിക്കാന്ന് പറഞ്ഞാൽ നാട്ടിലെ ബീഫ് തന്നെ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ബീഫിനെ നമ്മള്. ഓക്കെ. അപ്പൊ ജീരകം, കടുക് പൊട്ടി നല്ല ഇതാകുമ്പോൾ ഒരു അധികമൊന്നുമില്ല, ഒരു കുറച്ച് പെരിഞ്ജീരകം. അതിനുശേഷം വേറെ ഒന്നുമില്ല. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില, പച്ചമുളക്, പച്ചമുളക്, വെളുത്തുള്ളി. തീ ഏത് ഫ്ലെയിമിലാണ് വെക്കേണ്ട? മീഡിയം ഫ്ലെയിമിലോ? ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച ഇഞ്ചി, ചുവന്നുള്ളി, ചുമന്നുള്ളി. ഇതിൻ്റെ ഇംഗ്ലീഷ് എന്നാ വെച്ചാൽ ഷാലറ്റ്സ്. ബീഫിന് ചുവന്നുള്ളി ഇടുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. സവാള ഇട്ടാൽ നമ്മളിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഹോട്ടലിലൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സവാളയ്ക്ക് ഒരു മധുരമുണ്ട്. അത് ബീഫിന് അധികം മധുരം വന്നാൽ കൊള്ളില്ല. ഇത് നമ്മൾ അധികം അങ്ങോട്ട് വഴറ്റി നല്ല ഇതാക്കുന്നില്ല. കാരണം ബീഫിൻ്റെ കൂടെ കിടന്ന് ഒന്നുകൂടി ഡ്രൈ ആവാണല്ലോ. അപ്പോൾ അത് അധികം നമ്മൾ വഴറ്റി കഴിഞ്ഞാൽ സാധനം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, കറിവേപ്പില ഇതെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി ബീഫിൽ നമ്മളിതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. മുളക്, മഞ്ഞൾപ്പൊടി എല്ലാം ഉണ്ട്. ഇത് ആ മസാലയ്ക്ക് ജസ്റ്റ് ഒരു കാ ടേബിൾ സ്പൂൺ മുളക് പൊടി. ഒരു പേരിന് മാത്രമാണ് ഇനി നമ്മൾ മസാല ചേർക്കുന്നത്. ഓൾറെഡി ബീഫിൽ നമ്മൾ അതെല്ലാം ഇട്ടായിരുന്നല്ലോ. അപ്പം ഇനി ഒരു പേരിന് മഞ്ഞൾപ്പൊടി, ഒരു പേരിന് മുളക് പൊടി എന്ന് പറഞ്ഞാൽ 1/4 ടീസ്പൂൺ അല്ലേ? ആരുടെ പേരിന്? ഇച്ചൻ്റെ പേരിന് 1/4 വെച്ചത്. ഇതൊരു സ്പൂൺ. മല്ലിപ്പൊടി മാത്രം 1 ടേബിൾ സ്പൂൺ. ബാക്കിയെല്ലാം ആരെയും കാലത്ത് വെച്ചു. ഗരം മസാല നമ്മുടെ താരമാണിത്. അത് ഓൾറെഡി ബീഫിലിട്ടുണ്ട്. എന്നാലും ഒരിച്ചിരി അതൊരു പ്രത്യേക അളവാണ്. ഒരിച്ചിരി നമ്മൾ ഇവിടെ ഉണക്കമുളക് മേടിച്ച് ചതച്ച് വെച്ചതാണ്. ബീഫിന് 1 ഫുൾ സ്പൂൺ. അപ്പുറത്ത് അമ്മായി കിടന്ന് കുറച്ചുണ്ട്. നമ്മുടെ ഇതിൻ്റെ മണടിച്ചിട്ടാണെന്ന് അറിയില്ല. ഇളക്കിക്കോട്ടെ. തന്നെ ഇളക്കും. ഇപ്പോൾ നാട്ടിലെ ബീഫായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ ഞാനിത് മൊത്തം ഇപ്പോൾ പറ്റിച്ചു വിടുകയാണ് കഴിച്ചേനെ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കായ. കാരണം പച്ചക്കായയിൽ ഓൾറെഡി ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ വേവിച്ച. അപ്പോൾ അതിനകത്ത് വേറെ മസാല ഒന്നും പിടിച്ചിട്ടില്ല.
അതൊരു കായ്ക്കൊരു മസാലയുടെ ഒക്കെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ അതിട്ട് കൊടുക്കാം. എപ്പോഴും ഓർക്കണം, ചെറിയ തീയിലിട്ടാട്ട് അത് ചെയ്യാമുള്ളൂ. കാരണം കരിഞ്ഞു പോവും. കാരണം അതൊന്നും വേറെ ഒന്നുമില്ല, കരിയുമ്പോൾ പിടിച്ചോളൂ. ഇതൊന്നിട്ട് മിക്സ് ചെയ്യാൻ നേരത്ത് ഇനി അടുത്ത പരിപാടി ബീഫിൻ്റെ കുറച്ച് സ്റ്റോക്ക്, ചാറ് അധികമില്ല, പൊടിക്ക്. കാരണം ആ ചാറ് എന്നിട്ട് ആ കായലൊക്കെ പിടിച്ച് നല്ല മസാലയൊക്കെ സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ബീഫ് ഇടാതെ തന്നെ ഇപ്പോൾ നല്ല മണമാണ്. എനിക്ക് ബീഫ് ഇടാണ്ട് തരുമോ? അതിൻ്റെ ആ നെയ്യൊക്കെ ഇറങ്ങി. ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ബീഫിന് നെയ്യ് കുറവാണ്. ഞാനെന്താ വെച്ചാൽ എൻ്റെ അടുത്ത് കുറച്ച് നെയ്യ് ഉണ്ടോ, അത് ഞാൻ കുറച്ചിട്ടു. തള്ളി നമ്മുടെ കായ ആ ബീഫിൻ്റെ സ്റ്റോക്കിൽ നെയ്യിലൊക്കെ കിടന്ന് നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് അതിൻ്റെ നെയ്യെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളെ പറ്റിച്ച് വെച്ചാണ് ബീഫ്. ബീഫാണോ കായാണോ കൂടുതൽ? കായാണോ കൂടുതൽ സംശയം. കാ ബീഫിലിട്ടുണ്ടാക്കിയതാണോ ബീഫ് കായലിട്ടുണ്ടാക്കിയതാണോ? എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും, എനിക്കറിയാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണല്ലേ, ഇത് ഡ്രൈ ആവാനുള്ളത്. അങ്ങനെ നമ്മുടെ ബീഫും പച്ചക്കയും ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് അപ്പോഴത്തേക്കും ഡ്രൈ ആയിക്കും. മൂടി വയ്ക്കണോ? മൂടിയൊന്നും വെക്കണ്ട. മൂടി വെച്ച് അതിനകത്ത് ആവി വെള്ളം കയറി അലമ്പായിപ്പോ. ബീഫിന് ജീവനുണ്ടെന്ന് തോന്നുന്നു, ചാടിപ്പോണു. കഴിച്ചു നോക്കാം കേട്ടോ, നല്ലതാണോ? സൂപ്പർ. ഉപ്പും എരിവും എല്ലാം പാകത്തിന്. ഒന്ന് ഡ്രൈ ആയാൽ മതി. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി. ബീഫും പച്ചക്കായും കൂടി ഉള്ള ഫ്രൈ ഉലർത്തിയത്. ബീഫും പച്ചക്കായും ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഇത്ര ഞാൻ ചോറുണ്ടാക്കാനായിട്ട് കുക്കറിൽ വെച്ചു. അപ്പം അങ്ങനെ ഇന്നത്തെ മറ്റൊരു വിഭവം കൂടി റെഡിയായി. അച്ചാറുണ്ടാക്കി, ബീഫ് ഉണ്ടാക്കി, ഇനി ഇച്ചിരി ചിക്കൻ്റെ കറിയും കൂടി ഉണ്ടാക്കിയാൽ തീർന്നു. പ്ലേറ്റിലോട്ട് മാറ്റണേ. അപ്പം നമ്മൾ ബീഫ് ഒരു ബൗളിലോട്ട് മാറ്റാണ് കേട്ടോ. ബൗള് കുറച്ച് കുഞ്ഞതായിരുന്നു, ഞാൻ എടുത്തു കൊടുത്ത ബൗളാണ് കേട്ടോ. എൻ്റെ ബുദ്ധി കാരണം. ഞങ്ങൾ വന്ന വ്യത്യസ്തமான ആൾക്കാർ. അത് ഞാൻ സൈഡ് തുടച്ചത്. ബീഫ് റെഡി ആയിട്ട് നല്ല സ്വാദിഷ്ടമായ ബീഫ് പച്ചക്കായ വേണ്ടി വളർത്തിയത്. അപ്പോൾ ഇന്നത്തെ ഒരു ഡിന്നർ ഐറ്റമാണ് ബീഫും പച്ചക്കായ വേണ്ടി വളർത്തിയത്. സംഭവം റെഡിയായി. ഇനി ഒരു ഇച്ചിരി ചിക്കൻ കറി കൂടെ ഉണ്ടാക്കി വെക്കാനുണ്ട്. അതോടെ കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം.